ഒത്തിരി പേര് വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് നിങ്ങൾക്കൊരു അവാർഡ് തരാം എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരം അവാർഡിനൊക്കെ ഞാൻ വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ നമ്മുടെ നഗരസഭയെ സംബന്ധിച്ച് വിദേശത്ത് പല പല ക്ലബ്ബുകളുണ്ട്, പല പല സംഘടനകളുണ്ട്. ആ സംഘടനകളൊക്കെ വിളിക്കുമ്പം ഫ്രീ ആയി ടിക്കറ്റ് എടുത്തു കൊടുക്കും. പിന്നെ കൂടെ പോകുന്നവർക്കുള്ള ടിക്കറ്റ് കൊടുക്കും. അപ്പോൾ ഇവർ ഫാമിലി ആയിട്ടാണ് പോകുന്നത്, കുടുംബമായിട്ട് തന്നെ വിദേശത്ത് പോയി ഈ അവാർഡ് ഉണ്ടെന്നും പറയും. അപ്പോൾ അവിടെ പോയി അവർ കൊടുക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് അവസാനം പോകുന്ന വഴി ഒരു ട്രോഫിയും കൂടെ എടുത്തു കൊടുക്കും. അതായത് ഈ പെട്ടിക്കടകളിൽ നമുക്ക് കിട്ടുന്ന പോലെ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ നഗരസഭയുടെ മുമ്പിലും ഇവിടുത്തെ പത്രങ്ങളിലുമൊക്കെ ഞാൻ ഇതാ നഗരസഭയുടെ മേയർക്ക് ലോകത്തിൽ നിന്നും വലിയ അംഗീകാരം കിട്ടി. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള തരത്തിൽ ഒരു അംഗീകാരം കൂടെ നേടിക്കൊണ്ടാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയത്. എങ്ങനെയുണ്ട് ഇന്നത്തെ ഭരണം? ഈ കുറച്ച് വർഷങ്ങൾ പിന്നിടുന്നു. ഇപ്പോൾ വളരെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഈ കത്ത് വിവാദം അടക്കം പുറത്തു കൊണ്ടുവന്നൊരു വ്യക്തി എന്ന നിലയിൽ കൂടെയാണ് കോൺഗ്രസ് നേതാവായ അങ്ങ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്ത് തോന്നുന്നു? നിരവധി അവാർഡൊക്കെ കിട്ടുന്നത് കാണാറുണ്ട് സ്ഥിരമായി. എന്താണ് നഗരസഭയ്ക്ക് പുരസ്കാര നിറവിലെന്നൊക്കെയാണ് പറയാറ്. എന്താണ് അഭിപ്രായം? ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് ഒരു 30-35 വർഷമായി. രാഷ്ട്രീയം മാത്രമല്ല, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, ഈ ആരോഗ്യ മേഖല വിവിധ പ്രശ്നങ്ങൾ, ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ വിഷയങ്ങൾ, ഇതൊക്കെ ഇടപെട്ട് പലപ്പോഴും ഈ കത്ത് വിവാദം തന്നെ ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ആ സംഭവത്തെ ഓരോ ദിവസവും ഞാൻ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു വന്നവരാണ്. അപ്പോൾ ഇങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ ഒത്തിരി പേര് വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് നിങ്ങൾക്കൊരു അവാർഡ് തരാം എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരം അവാർഡിനൊക്കെ ഞാൻ വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ നമ്മുടെ നഗരസഭയെ സംബന്ധിച്ച് വിദേശത്ത് പല പല ക്ലബ്ബുകളുണ്ട്, പല പല സംഘടനകളുണ്ട്. ആ സംഘടനകളൊക്കെ വിളിക്കുമ്പം ഫ്രീ ആയി ടിക്കറ്റ് എടുത്തു കൊടുക്കും. പിന്നെ കൂടെ പോകുന്നവർക്കുള്ള ടിക്കറ്റ് കൊടുക്കും. അപ്പോൾ ഇവർ ഫാമിലി ആയിട്ടാണ് പോകുന്നത്, കുടുംബമായിട്ട് തന്നെ വിദേശത്ത് പോയി ഈ അവാർഡ് ഉണ്ടെന്നും പറയും. അപ്പോൾ അവിടെ പോയി അവർ കൊടുക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് അവസാനം പോകുന്ന വഴി ഒരു ട്രോഫിയും കൂടെ എടുത്തു കൊടുക്കും. അതായത് ഈ പെട്ടിക്കടകളിൽ നമുക്ക് കിട്ടുന്ന പോലെ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ നഗരസഭയുടെ മുമ്പിലും ഇവിടുത്തെ പത്രങ്ങളിലുമൊക്കെ ഞാൻ ഇതാ നഗരസഭയുടെ മേയർക്ക് ലോകത്തിൽ നിന്നും വലിയ അംഗീകാരം കിട്ടി. അപ്പോൾ ഇതേ അംഗീകാരത്തിനാണ് എന്നെ വിളിക്കുന്നത്. അത് മികച്ച സാമൂഹിക പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ അവാർഡൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ അവാർഡ് ഞാൻ സാധാരണ നിരസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ലോകമൊട്ടാകെ അംഗീകരിക്കുന്നു എന്നൊക്കെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത്. അതായത് നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരങ്ങൾ കാണുന്നത്. അതിനെ പെട്ടിക്കടകളുടെ പുരസ്കാരം എന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയാണ് അതിന്റെ പറയേണ്ട യഥാർത്ഥ. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ എത്ര സംഘടന മേയർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട്? ലോകത്ത് കിട്ടും. കാര്യം തിരുവനന്തപുരം നഗരസഭ ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തിരുവനന്തപുരത്ത് ഒരു റെസിഡൻസ് അസോസിയേഷൻ പോലും നല്ല നഗരസഭയ്ക്കുള്ള അവാർഡ് കൊടുത്തിട്ടില്ല. ഒരു സാധാ ക്ലബ്ബ്, കുട്ടികളുണ്ടാക്കുന്ന ഒരു ക്ലബ്ബ് പോലും അങ്ങനെ ഒരു അവാർഡ് കൊടുത്തിട്ടില്ല. പിന്നെ ഈ ലോകം മുഴുവൻ അറിയുന്നത് ഏത് നിലയിലാണ്? നമ്മുടെ ഈ പ്രായം കുറഞ്ഞ, ഏറ്റവും കുറഞ്ഞ കാലത്ത് തന്നെ നിരവധിയായ ഈ 45 വർഷത്തെ പാരമ്പര്യത്തിൽ ഇത്രയും അഴിമതി നമ്മൾ കേട്ടിട്ടുണ്ടോ? മുൻകാലങ്ങളിൽ ഞാൻ കൗൺസിലറായിരുന്നപ്പോൾ മേയറുടെ എന്ന പേരിൽ ഒരു അഴിമതി കേട്ടില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾക്കും പറയാൻ പറ്റിയിട്ടില്ല. അന്ന് ചന്ദ്രികയായിരുന്നു മേയർ. അവർക്കെതിരെ നമുക്ക് അഴിമതിയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ എന്താണ്? പൊങ്കാല നടത്താത്ത കോവിഡ് കാലത്ത് പൊങ്കാല നടത്തിയെന്ന് പറഞ്ഞ് എത്ര ലക്ഷം രൂപ എഴുതി. പിന്നെ നഗരസഭയുടെ എത്ര വാഹനങ്ങൾ, ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇവിടെ ഇതടയ്ക്കുന്നു, ഇൻഷുറൻസ് അടയ്ക്കുന്നു. പിന്നെ ഇപ്പോൾ വന്ന നിയമനത്തിൻ്റെ ഒരു തട്ടിപ്പുണ്ടല്ലോ. ഈ നഗരസഭയുടെ ഏറ്റവും പരമാധികാരം എന്ന് പറഞ്ഞാൽ കൗൺസിലാണ്. കൗൺസിൽ അംഗങ്ങളുള്ള കൗൺസിൽ. ആ കൗൺസിലിൽ ഉള്ള കൗൺസിലർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് ആ ഇൻ്റർവ്യൂവിൽ കൗൺസിലറിനെ ജോലിക്ക് തിരഞ്ഞെടുത്തു എന്ന് ആ കൗൺസിൽ യോഗം പാസ്സാക്കുകയാണ്. എത്ര നിയമവിരുദ്ധമാണ്! ഈ നിയമവിരുദ്ധ നടപടിക്കാണോ നമ്മൾ മികച്ച മേയറാക്കി മാറ്റേണ്ടത്, അവാർഡുകൾ കൊടുക്കേണ്ടത്? അപ്പോൾ അഴിമതി തുടർച്ചയായിട്ട്, അതായത് നികുതി നമ്മൾ പാവപ്പെട്ട ജനം കൊണ്ട് നഗരസഭ നികുതി അടച്ചാൽ അത് ഇവരടിച്ചുകൊണ്ട് പോകും ജീവനക്കാർ. നമ്മുടെ SC/ST വിഭാഗത്തിന് കൊടുത്ത ജീവനക്കാരെന്ന് പറഞ്ഞാൽ അവിടെ ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഈ CPM അനുകൂല സംഘടനയിലുള്ളവർ മാത്രമേ ഉള്ളൂ. മറ്റു സംഘടനകൾക്കൊന്നും അവിടെ പ്രവർത്തിക്കാനുള്ള. നികുതി അടച്ചാൽ അടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നികുതി അടച്ചാൽ അന്ന് ഓൺലൈൻ അല്ലല്ലോ,
നികുതി അടച്ച് രസീത് കൊടുക്കും, പൈസ പോക്കറ്റിൽ വയ്ക്കും. അങ്ങനെ ലക്ഷങ്ങൾ. ആറ്റുപ്പുറ സോണലിൽ, ശ്രീകാര്യം സോണലിൽ, ഉള്ളൂർ സോണൽ, നേമ സോണൽ, എല്ലാ സോണലിലും ഇതല്ലേ നടന്നത്. അപ്പോൾ അഴിമതിയുടെ ഇത്രയും നല്ല മികച്ച രീതിയിൽ അഴിമതി നടത്തിയ ഒരു മേയറുടെ ഒരു ഭരണ നേതൃത്വം ഈ നഗരത്തിൻ്റെ ചരിത്രത്തിലില്ല. പക്ഷേ സത്യത്തിൽ ഒരു സംശയം ചോദിച്ചോട്ടെ, സ്വാഭാവികമായി തോന്നുകയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ അവിടെ ഭരണ ചുമതല ഏറ്റെടുക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു ബേസ് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെയുള്ള അഴിമതിയോ അല്ല അതൊന്നും സംഭവിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചെടുക്കേണ്ട ഒരു പ്രായമായിട്ടില്ല. മേയറിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റാരെങ്കിലും ആണോ സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ ഭരണം നടത്തുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് രാജിവെക്കേണ്ടി വന്നത്. ഈ 272 നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അദ്ദേഹത്തിന് അവസാനം രാജിവെക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ രാജിവെക്കേണ്ടിയിരുന്നത് മേയറാണ്. പക്ഷേ പാർട്ടി മേയർ അങ്ങനെ രാജിവെച്ച് പോയാൽ അതിൻ്റെ ധാർമ്മികമായ എല്ലാ ഉത്തരവാദിത്വവും പാർട്ടിക്കും കൂടി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയാണ് ഒരാളിനെ നമ്മൾ ബലി കൊടുത്തു. നിരവധി നമ്മുടെ ഈ പ്രാർത്ഥന കാര്യത്ത് നമ്മൾ ഈ ദൈവങ്ങൾക്ക് ബലി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, കഴുത്ത് വെച്ച് കട്ട് ചെയ്യും. അതുപോലെ ഒരു ചെയർമാനെ അങ്ങ് കഴുത്ത് വെച്ച് കട്ട് ചെയ്തു. അതിനൊരു പരിസമാപ്തി. അങ്ങ് വിശ്വസിക്കുന്നത് മേയർ തന്നെയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും മുൻകൈ എടുത്ത് ഈ അഴിമതിയും ഈ പ്രശ്നങ്ങളൊക്കെ? മേയർ ആണ് എന്ന് 100% ഞാൻ പറയില്ല. കാര്യം നമ്മൾ അഴിമതി നടത്തണമെങ്കിലും കുറച്ച് കഴിവ് വേണം. ഒരു കഴിവില്ലാത്ത ആളിന് അഴിമതിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അഴിമതി നടത്താൻ നല്ല ബ്രില്യൻസ് വേണം. ഭരണം നടത്താൻ അത്ര ബ്രില്യൻസ് ഇല്ലെങ്കിലും ചെയ്യാം. അപ്പോൾ മേയർ അത്ര ബ്രില്യൻ്റ് ഒന്നും അല്ല. അഴിമതി നടത്താൻ വെറുതെ പാവയായി നിന്നു കൊടുക്കുന്ന അഴിമതിയുടെ പങ്കാളിത്തമുണ്ട്. അല്ലാതെ ഒരു അഴിമതി നടത്താനുള്ള ഒരു ശേഷിയുമില്ല. കാര്യം 21 വയസ്സിൽ മേയറായി, 26 വയസ്സാകുമ്പോൾ ഇറങ്ങിപ്പോകുന്നു. ഈ ഇറങ്ങിപ്പോകുന്ന 4.25 വർഷമായി. ഇനി 3 മാസം കൂടിയുണ്ട്. ഈ 4.25 വർഷവും ഓരോ മാസവും പുതിയ പുതിയ അഴിമതികൾ പുറത്തു വന്നു. പുതിയ അഴിമതി പുറത്തു വരുമ്പോൾ നമ്മൾ പരാതി കൊടുക്കും. പരാതി കൊടുത്ത അന്വേഷണമില്ല. ഞാൻ തന്നെ നിരവധി പരാതി വിജിലൻസിന് കൊടുത്തിട്ടുണ്ട്. ഈ SC/ST വിഭാഗത്തിൻ്റെ ഫണ്ട് തട്ടിച്ച ഒരാളിനെ പോലും ഇതുവരെയും നിയമപരമായ നടപടി സ്വീകരിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ഉടനെ തന്നെ അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട്. എന്താണ് ഒരു പ്രതീക്ഷ? എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു അടുത്തൊരു പാർട്ടിയുടെ പുതിയൊരു ഭരണ സംവിധാനം വരണം എന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷകളുണ്ട്. തിരുവനന്തപുരത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ 45 വർഷത്തെ ഈ അഴിമതി ഭരണം, ഈ നെറികെട്ട ഈ ഇടതു ഭരണം അവസാനിക്കണമെന്ന് ജനം അതിഭയങ്കരമായി ആഗ്രഹിക്കുന്നുണ്ട്. ആ തരത്തിലേക്ക് ഉയർന്ന് ഇവരെ ഭരണത്തിൽ നിന്ന് മാറ്റേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷ പാർട്ടിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട്. ആ ഉത്തരവാദിത്വം കോൺഗ്രസിന് പറ്റുമോ? 100%. കോൺഗ്രസ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു മതേതര സങ്കല്പത്തിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരേ ഒരു പ്രസ്ഥാനം ഇന്റർനാഷണൽ. ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം പിടിക്കാനൊന്നും കോൺഗ്രസിന് പറ്റിയിട്ടില്ല. കോൺഗ്രസ് ഞാൻ കൗൺസിലറായിരിക്കുമ്പോൾ 42 കൗൺസിലർമാരുണ്ടായിരുന്നു. അവർക്ക് അന്ന് 100 കൗൺസിലർമാരുള്ളത് 42 നമുക്ക്, 49 LDF-നുണ്ടായിരുന്നുള്ളൂ. 6 പേര് BJP ആയിരുന്നു. BJP അതിൽ നിന്ന് കുറേ വളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ തടയിട്ടുകൊണ്ട് കോൺഗ്രസ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരും. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് കോൺഗ്രസ് വരും. ആ കോൺഗ്രസ് വരുന്നതോടെ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം തന്നെ തിരുത്തി എഴുതപ്പെടാൻ പോവുകയാണ്. എന്താണ് കോൺഗ്രസിന് ഒരു വളർച്ചയൊന്നും കിട്ടുന്നില്ലല്ലോ? നിങ്ങൾ അറിയാതെ തന്നെ പറഞ്ഞു BJP അവർ വളരുന്നുണ്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ BJP എല്ലാ ഇതിപ്പോൾ സംസ്ഥാന ലെവലിലായിരുന്നാലും കോർപ്പറേഷൻ ലെവലുകളിലായിരുന്നാലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലായിരുന്നാൽ പോലും അവരൊരു വളർച്ച പ്രത്യക്ഷത്തിൽ തന്നെ കാണുന്നുണ്ട്. കോൺഗ്രസിന് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരസഭയാണ്? ഞാനുണ്ടായിരുന്നപ്പോൾ 6 കൗൺസിലറേ ഉണ്ടായിരുന്നു. അടുത്തതിൽ വന്നപ്പോൾ അവർ വളരെയധികം കൗൺസിലർമാർ കൂട്ടി. അത് അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗം വന്നു. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ മികച്ച പ്രവർത്തനത്തിലൂടെ നമുക്ക് പോകാൻ കഴിയാത്തത്. കാര്യം നമ്മുടെ എണ്ണം കുറഞ്ഞു, കോൺഗ്രസിൻ്റെ എണ്ണം കുറഞ്ഞു വരികയും BJP കൂടുതൽ എണ്ണം വരികയും ചെയ്തു. പക്ഷെ അതിനൊക്കെ ജനങ്ങൾ പ്രതീക്ഷിച്ച പോലെ BJP വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല കേരളത്തിൽ എന്നുള്ളത് ജനത്തിന് ബോധ്യമുണ്ട്. അപ്പോൾ ആ ബോധ്യത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ഒരു സംസ്ഥാനത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ആരെങ്കിലും വന്നാൽ മാത്രമേ നഗരസഭ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഭരണത്തോ പ്രതിപക്ഷത്തോ ഉള്ളവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ രണ്ടുമല്ലാത്ത BJPക്ക് ഇവിടെ അധികാരത്തിൽ വന്ന പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒന്ന്, ഈ ജീവനക്കാർ എന്ന് പറയുന്ന മുഴുവൻ നല്ലൊരു ഭാഗം ഇടതുപക്ഷക്കാരാണ്. അല്ല, അത് കഴിഞ്ഞ് കോൺഗ്രസ് അനുകൂല സംഘടനകളുള്ള BJP അനുകൂല സംഘടനകളിൽ നിന്ന് ജീവനക്കാരൊന്നും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ ഒരു തരത്തിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ
കൊണ്ടുപോയെങ്കിൽ മാത്രമേ തദ്ദേശ ബിജെപിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാരണവശാലും ബിജെപിക്ക് അവിടെ ഒരു മുൻതൂക്കവും ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ താഴേക്ക് അവരുടെ അംഗസംഖ്യ മാറും. ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ഒരു ഗ്രാഫ് പരിശോധിച്ചാൽ കഴിഞ്ഞ വരെയുള്ള കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ BJP ചിലപ്പോൾ മുൻകൈ എടുക്കുമെന്ന് പോലും വിചാരിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അത്രത്തോളം അവരുടേതായിട്ടുള്ള പ്രചാരണങ്ങളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും BJP എനിക്ക് തോന്നുന്നു കൂടുതൽ കൗൺസിലേഴ്സ് ഉയർന്നുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അതെന്തായാലും കുറഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ തവണ ഇപ്പോഴുള്ളതും കഴിഞ്ഞ തവണ ഉള്ളതും ഒരേ സംഖ്യയാണ്. അതിന്റെ ഉയർത്താൻ കഴിഞ്ഞ തവണ ഉള്ളത് ഉയർത്താൻ തന്നെ അവർ താഴോട്ട് പോകുന്നില്ല. ഇനിയുള്ളത് ആദ്യം ഒരു തവണ 6ന്റെ സ്ഥാനത്ത് നിന്ന് അവർ 30ലേക്ക് വരികയും പിന്നീട് അടുത്ത പ്രാവശ്യവും അതിൽ കൂട്ടാൻ അവർക്ക് പറ്റുന്നില്ല. അത് അങ്ങനെ തന്നെ നിലനിർത്തിയതേ ഉള്ളൂ. ഇപ്പോൾ 2 തവണ ജനങ്ങൾ ആ തരത്തിൽ അവസരം കൊടുത്തു. അപ്പോൾ ആ അവസരം കൊടുത്തതിലൊന്നും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് അവരുടെ കഴിഞ്ഞ 10 വർഷത്തെ കൗൺസിലർമാരുടെ പ്രവർത്തനം നിങ്ങൾ നഗരസഭയിൽ നോക്കൂ. എത്ര വൃത്തികെട്ട രീതിയിലാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ നമുക്ക് കണ്ടുകൂടെ. എല്ലാ ദിവസവും മീഡിയയിൽ കാണും. കുറേ വനിതാ കൗൺസിലർമാർ, അധികം കൗൺസിലർമാർ അവർക്കുണ്ട്. അവരൊക്കെ എന്താണ് നഗരസഭയ്ക്കകത്ത് കാണിക്കുന്നത്? അപ്പം അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് അവർക്കും ബോധ്യമില്ല. കൗൺസിലറായാൽ അവിടെ ചെന്ന് മേയറെ ചീത്ത വിളിക്കുന്നതോ അല്ലെങ്കിൽ ഡയസിൽ കയറുന്നതോ മാത്രമാണ് അവർ ചെയ്യുന്നത്. അതല്ലാതെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ BJPക്ക് കഴിഞ്ഞ 10 വർഷം ആവുന്നു. ഈ 10 വർഷവും അവർക്ക് കുറച്ച് എണ്ണം കിട്ടിയതിൻ്റെ പേരിൽ അവിടെ കുറച്ച് കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. അതല്ലാതെ മറ്റു സംവിധാനങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. അപ്പോൾ ജനത്തിനും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു ഭരണം വരും. ഈ CPMനെ മാറ്റി നിർത്തണം. അത് ജനത്തിൻ്റെ ഒന്നാമത്തെ ആവശ്യവും പ്രതീക്ഷയുമാണ്. അതിന് ജനം കാണുന്നത് ഈ കോൺഗ്രസ് ഈ തരത്തിൽ പോയാൽ പോരാ. കോൺഗ്രസ് കുറച്ചുകൂടെ മുന്നോട്ട് വരണം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വരണം. അത് എന്ന് പറയുന്ന അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റ് ഇവിടെ വരും എന്ന് ജനത്തിന് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഉള്ളപ്പോൾ പ്രതീക്ഷയല്ലല്ലോ, അത് യാഥാർത്ഥ്യമാണ് നമ്മൾ പറയുന്നത്. പ്രതീക്ഷയല്ല, യാഥാർത്ഥ്യം സംഭവിക്കാൻ പോണ യാഥാർത്ഥ്യം ഉത്തമ ബോധ്യമുള്ളതാണ്. അങ്ങനെ സംസ്ഥാനത്ത് ഒരു UDFന്റെ ഗവൺമെന്റ് വരുമ്പോൾ തിരുവനന്തപുരം നഗരസഭ ഒരു UDFന്റെ കോൺഗ്രസിന്റെ നഗരസഭ വന്നാൽ മാത്രമേ തിരുവനന്തപുരം നഗരം അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തിരുവനന്തപുരത്തെ ജനം വിശ്വസിക്കുന്നു. അടുത്ത ഇലക്ഷൻ കേരളം കോൺഗ്രസ് പിടിക്കും എന്ന് ഉറപ്പിച്ചു. ഇവിടെ ആർക്ക്, അതായത് നമ്മുടെ ഓരോ ഉപതെരഞ്ഞെടുപ്പും പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാനാണ്. അല്ല, ഓരോ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കോൺഗ്രസിന്റെ ഗ്രാഫ് ഒന്നിനുമേൽ വർദ്ധിച്ചതല്ലാതെ എവിടെയെങ്കിലും കോൺഗ്രസിന് അടിപതറിയായിട്ട് ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല. കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചു എന്നാണോ പറയുന്നത്? നമുക്ക് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്ന MLA-മാരെ എണ്ണത്തിനേക്കാൾ ഇപ്പോൾ 1 നിയമസഭയിൽ കൂടുതലാണ്. അത് ഉപതെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ടല്ലേ? അതെ, ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അപ്പോൾ എന്താണ് അതിനിടയ്ക്ക് 5 വർഷക്കാലവും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷം അത് 5 ഇരട്ടി 6 ഇരട്ടി ആവുകയാണ്. പാലക്കാടത്തെ ഭൂരിപക്ഷം 4 ഇരട്ടിയായി. ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷം 6 ഇരട്ടിയായി. പിന്നെ തൃക്കാക്കരയിലാണ് അത് 7 8 ഇരട്ടി. അപ്പം ഈ നമുക്ക് കിട്ടുന്ന ഭൂരിപക്ഷവും കൂട്ടും. അതേസമയം നമുക്ക് ഇല്ലാതിരുന്ന ചേലക്കര സീറ്റിൽ 25,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 12,000 കുറഞ്ഞു LDFന്. മാത്രവുമല്ല കേരളത്തിൻ്റെ നിയമസഭയിൽ 1 അംഗം UDFന് ഇപ്പോൾ വർദ്ധിച്ചു. അപ്പോൾ ഈ ഓരോ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനങ്ങളല്ലേ ഇത് വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ്, CPM BJP സഖ്യമാണ് കേരളത്തിൽ. ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുള്ള ഒരു മുൻകൈ അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും LDF ആണ് വിജയിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, കഴിഞ്ഞ 5-6 വർഷം മുമ്പുള്ള എല്ലാ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് നമ്മൾ. അതിന് മുമ്പുള്ള ഏത് കെ കരുണാകരന്റെ കാലത്തായാലും AK ആന്റണിയുടെ കാലത്തായാലും ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിനുള്ള മിഷണറി CPMനെ ഉള്ളൂ എന്നൊരു വിശ്വാസമായിരുന്നു. ആ വിശ്വാസമെല്ലാം ഇപ്പൊ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് തന്നെയാണല്ലോ ജയിച്ചു വന്നിട്ടുള്ളത്. തൃക്കാക്കര ആയിരുന്നാലും ഇപ്പോഴും നടന്ന 2 ഉപതെരഞ്ഞെടുപ്പായിരുന്നാലും അത് കോൺഗ്രസിന്റെ ഇത് മുന്നോട്ട് പോകുന്നു എന്ന് പറയത്തക്ക രീതിയിൽ പ്രത്യക്ഷമായ എന്തെങ്കിലും ഒരു ഇത് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കും എന്ന് പറയേണ്ട ഒരു തരത്തിലുള്ള വളർച്ച ഇതുകൊണ്ട് പറയും പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസ് സംഘടനാ തലത്തിൽ പൂർണ്ണമായി ശക്തിപ്പെടുന്ന സംവിധാനം കെ സുധാകരൻ വരുന്ന കാലം മുതൽ സംഘടനാ സംവിധാനം മാറ്റിയെഴുതി ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് അദ്ദേഹം. എല്ലാ ഇലക്ഷൻ്റെ എല്ലാം പൂർണ്ണ നിയന്ത്രണം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് ഇലക്ഷന് മുമ്പ് അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഒരു നേതാവും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇലക്ഷൻ വിജയിച്ചാൽ എല്ലാവർക്കും, തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ മാത്രം, മറ്റാർക്കും ആ ഉത്തരവാദിത്വം ഏൽക്കണ്ട എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് മുമ്പ് കണ്ടിട്ടുണ്ടോ?
പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്, തോറ്റാലും ജയിച്ചാലും ഞാനെന്ന് പിണറായി വിജയൻ പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ പറയുവാനുള്ള ആർജവം കാണിച്ച പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ അത്തരത്തിൽ സജ്ജീകരിക്കാനുള്ള KPCC പ്രസിഡന്റ്, എല്ലാ ജില്ലാ നേതൃത്വവും എല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലും കേരളത്തിലെ ജനം കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, ഇവിടെ തിരുവായ്ക്ക് എതിർവായില്ല, അങ്ങനെ ഒരാളാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി എന്നല്ല അതിന് പറയേണ്ടത്, രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ചക്രവർത്തിയുടെ തരത്തിലാണ്. അദ്ദേഹത്തിനോടൊന്നും ആർക്കും ഒന്നും പറയാം. ഒരു ജനത്തിന്, സാധാരണ ജനത്തിന് മുഖ്യമന്ത്രിയെ കണ്ട് ഒരു പരാതി പറയാൻ കഴിയുമോ? അങ്ങനെ പരാതി പറഞ്ഞ ഏതെങ്കിലും ഒരു സാധാരണ ഒരു ജനം ഈ നാട്ടിലുണ്ടാവും? അഥവാ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ എല്ലാവരുടെയും ഒരു ചോദ്യമായിരിക്കും, ആരായിരിക്കും മുഖ്യമന്ത്രി? അത് അന്നത്തെ പാർട്ടി MLA-മാർ ഭൂരിപക്ഷത്തിൽ അപ്പൊ തന്നെ അവിടെ കുതികാൽ വെട്ടൽ നടക്കില്ല എന്നുള്ളതാണ്. എന്തിന്? അതിന്റെ ആവശ്യം എന്താണ്? എല്ലാ കാലത്തും പാർട്ടി മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത് ജയിച്ചു വരുന്ന MLA-മാർ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം കൂടി തീരുമാനമെടുത്ത് നമ്മുടെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും, പാർട്ടി നേതൃത്വം പ്രഖ്യാപിക്കും. അതിലിപ്പം പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. എല്ലാ കാലത്തും നടക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ. കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത നേതൃനിരയാണ് സത്യത്തിൽ കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിന്റെ അണികൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, എങ്ങനെ പ്രതികരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത. ശരിയല്ലേ? ഇല്ല, ഒരിക്കലും. ഇപ്പം ഞാനൊരു സാധാരണ കോൺഗ്രസ് നേതാവാണ്, ലോക്കൽ. എനിക്ക് പ്രത്യേകിച്ച് വലിയ എനിക്കൊരു തർക്കം അതിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ മാധ്യമങ്ങൾ പറയുന്നുണ്ട് അവിടെ തർക്കമുണ്ട്, ഇവിടെ തർക്കമുണ്ട്, ആ നേതാവുണ്ട്. ഞങ്ങൾക്ക് ഒരേ യോഗ്യതയുള്ള, ഞാൻ പറയട്ടെ, ഒരേ യോഗ്യതയുള്ള നിരവധി പേരുണ്ടെന്നുള്ളത് നമ്മുടെ സൗഭാഗ്യമാണ്. ആ സമയം അപ്പുറത്ത് നോക്കൂ, ആരാണ് മുഖ്യമന്ത്രി? ഇല്ല. ഒരു പിണറായി വിജയൻ കഴിഞ്ഞ രണ്ടാമതൊരു നിര തന്നെ ഇല്ല. നേരത്തെ എന്നോട് പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ എണ്ണയൊഴിച്ച് പ്രവർത്തിക്കുന്ന നല്ല ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കോൺഗ്രസിന് നിലവിലുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ BJPയുടെ ഒരു വളർച്ച, പെട്ടെന്നുണ്ടായ അവരുടെ വളർച്ച ശ്രദ്ധിച്ചിരുന്നു. അതായത് ഇപ്പോഴുള്ള ഒരു ഭവനൊക്കെ പെട്ടെന്ന് ഒരു ഉദ്ഘാടനമൊക്കെ നടന്നു. ആ സമയത്തെടുത്ത ഒരു നേതൃമാറ്റവും അതുമായി ബന്ധപ്പെട്ട് ഇത് കോൺഗ്രസിന് ഒരു പക്ഷേ ഒരു ഇനി അടുത്ത ഇലക്ഷനിൽ പ്രതിപക്ഷം പോലും അല്ലാത്ത തരത്തിൽ കോൺഗ്രസ് മാറുമോ? അതായത് ഒറ്റകക്ഷിയായിട്ടുള്ളൊരു പ്രതിപക്ഷം, ഏറ്റവും വലിയൊരു പ്രതിപക്ഷം അല്ലാത്ത രീതിയിൽ കോൺഗ്രസ് മാറുമെന്നുള്ളൊരു ഭയമില്ലേ കോൺഗ്രസിനില്ലേ? കോൺഗ്രസ് അതല്ലേ കോൺഗ്രസിന്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. കോൺഗ്രസ് BJPയെ കണ്ട് ഭയമില്ലേ എന്നാണ് ചോദിച്ചത്. BJPയെ കണ്ട് ഈ കേരളത്തിൽ ആരെങ്കിലും ഭയക്കുമോ? BJPയെ കണ്ട് ഭയന്നുകൊണ്ടിരിക്കുന്ന BJPക്കാരാണ് ഇപ്പോഴും. ചന്ദ്രശേഖരനെ പോലെ ഒരാളിനെ, കേരള രാഷ്ട്രീയവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതോടുകൂടി ഇവിടെ മുരളീധരൻ, സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ, അവരുടെ കൂടെ സ്റ്റേറ്റ് ഒട്ടുക്കും ഒരു വിഭാഗം ജനമുണ്ട്. ആ ജനത്തിലെ ഒരാളിനെയും നേതൃത്വത്തിലേക്ക് പരിഗണിക്കാതെ മുഴുവൻ വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ കുറച്ച് പേരെ നേതൃത്വത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ എവിടെയാണ് പ്രശ്നമുള്ളത്? ആ പാർട്ടിക്ക് ഉള്ളിലല്ലേ പ്രശ്നമുള്ളൂ. എത്രയോ വർഷക്കാലം പ്രവർത്തിച്ചവരെല്ലാം ഇന്ന് പുറത്താണ്. ആ പുറത്തായി നിൽക്കുന്നവരൊക്കെ BJP വരാനോ വരാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമോ? അവരുടെ വോട്ട് വിഹിതം കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് തന്നെയാണ് വോട്ട് വിഹിതം കൂടിയത്. ഇതുപോലെ BDJS പോലെയുള്ള സംഘടന കഴിഞ്ഞ 10 വർഷമായി അവരോടൊപ്പം ഉണ്ട്. അവരോടൊപ്പം ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് കുറച്ച് വോട്ടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ വോട്ടുകളൊക്കെ പരമ്പരാഗതമായി LDFന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. നമ്മുടെ ആലപ്പുഴ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വോട്ട് നഷ്ടപ്പെട്ടത് കോൺഗ്രസിനല്ലല്ലോ, അവിടെ വിജയിച്ചത് കോൺഗ്രസ്സാണ്. പാർലമെൻറ്റിൽ വോട്ട് നഷ്ടപ്പെട്ട് 3ാം സ്ഥാനത്തോട്ട് പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടായത് CPM ആണ്. അവിടെ BJP നിയമത്തിൽ വന്നിരുന്നപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? നിയമം ഇലക്ഷന് CPMന്റെ വോട്ടല്ലല്ലോ, കോൺഗ്രസിന്റെ വോട്ടല്ലേ BJPയിലോട്ട് പോയത്? കോൺഗ്രസിന് നിയമത്തെ സംബന്ധിച്ച് കുറേ വർഷങ്ങളായി ഘടകകക്ഷികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സീറ്റാണ്. ഈ ഘടകകക്ഷികൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല പ്രവർത്തകർക്കും മനസ്സിൽ ചില പ്രയാസങ്ങളുണ്ടാവും, പല നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കാതെ. കഴിഞ്ഞ പ്രാവശ്യം അവിടെ സുരേന്ദ്രൻ പിള്ളയാണ് UDFന്റെ സ്ഥാനം. അന്ന് കിട്ടിയത് വെറും 12,000 വോട്ടായിരുന്നു. മുരളീധരൻ വന്നപ്പോൾ അത് 35,000 ഇനി ഒരിക്കൽ കൂടി ആ തരത്തിലൊരു നേതാവോടെ മത്സരിക്കുമ്പോൾ നിയമം കോൺഗ്രസിന്റെ സീറ്റായി മാറും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് വിശ്വാസമില്ല. ഗ്രൗണ്ട് റിപ്പോർട്ട് എടുത്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഗ്രൗണ്ടിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടാണ് ഇത് പറയുന്നത്. കാര്യം 12,000-ൽ നിന്ന് അതിന്റെ ഇരട്ടിയല്ല. മുരളീധരൻ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യത്തിലാണ് സത്യത്തിൽ പിന്തള്ളപ്പെട്ടത്. അങ്ങേക്ക് അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് ഇപ്പോ ഇനി അടുത്തൊരു നിയമസഭാ ഇലക്ഷന് കോൺഗ്രസ് അവിടെ പിടിക്കും എന്ന് പോലും ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ കേരളത്തിൽ 100-ലധികം 110ഓളം സീറ്റിൽ UDF ജയിക്കും എന്ന് ഞങ്ങൾ പാർട്ടി നടത്തിയ പല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കും. അതിൽ ഇതുവരെ കിട്ടാതിരുന്ന സീറ്റുകൾ ഉൾപ്പെടെ നമുക്ക് കിട്ടും. കാര്യം ഇതൊന്നും ഞങ്ങളുടെ മാത്രം കഴിവുകൊണ്ടല്ല,
ഇവിടുത്തെ ഈ ഭരണത്തിൽ ജനം അത്രത്തോളം മനമെടുത്ത് BJP വോട്ട് ചെയ്താൽ അത് വേസ്റ്റായി മാറും എന്ന് ഇവിടുത്തെ ജനത്തിനറിയാം. കാര്യം BJP ഇവിടെ അധികാരത്തിൽ വരാനുള്ള പാർട്ടിയല്ല. ഒരു MLA പോലും ഉണ്ടാക്കാൻ കിടന്ന് പെടാപ്പാട് വിടുകയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ തത്വത്തിൽ പിണറായി വിജയൻ വോട്ട് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ സഖ്യമാണ്. BJPക്ക് വോട്ട് ചെയ്താൽ CPMന് വോട്ട് ചെയ്യുന്ന തുല്യത വരികയാണ്. അപ്പം ജനം തീരെ ബോധമില്ലാത്ത മനുഷ്യരല്ലോ കേരളത്തിന്. അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഒരു വോട്ട് എന്ന് പറയുന്നത് വിലയേറിയതാണ്. അത് എവിടെയെങ്കിലും അനാവശ്യമായി ചെയ്താൽ നമ്മുടെ ഉദ്ദേശിക്കുന്നത് നടക്കില്ല. വീണ്ടും പിണറായി വിജയൻ്റെ അനുകൂലമായ വോട്ടായി മാറും. അങ്ങനെ വരാതിരിക്കാൻ ഞാൻ പലതരത്തിലുള്ള ജനങ്ങളോടും സംവദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ വോട്ട് ഇനി കൃത്യമായും ആർക്കാണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കാര്യം മാറിപ്പോയാൽ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് CPM ആയിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ കൃത്യമായും ഇപ്പോഴേ തന്നെ അതിന് തയ്യാറെടുത്തിരിക്കുന്നു ജനങ്ങളെന്നുള്ളതാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥികളെ തന്നെ വിജയിപ്പിച്ച് കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും. ഉറപ്പിച്ചോ കാര്യങ്ങളൊക്കെ? അല്ല, അതാണ് പറഞ്ഞത്. അത് ഈ പാർട്ടി തീരുമാനിക്കുമല്ലോ. MLA-മാരാണ് തീരുമാനിക്കുന്നത്, പാർട്ടി പോലും അല്ല. MLA-മാരാണ് ഭൂരിപക്ഷം തീരുമാനിക്കുകയും മുഖ്യമന്ത്രി സ്മൂത്തായിട്ട് തന്നെ ആ കാര്യങ്ങൾ നടക്കും. അല്ലാതെ അതൊക്കെ എല്ലാ കാലത്തും അങ്ങനെയായിരുന്നല്ലോ. ഇവിടെ വേറെ ഇടപെടലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം എനിക്ക് ഏതെങ്കിലും നേതാവ് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല. അവിടെ MLA-മാരുടെ ഭൂരിപക്ഷം അനുസരിച്ച് ആരാണോ അവർ മുഖ്യമന്ത്രി. അതൊന്നും ഒരു തർക്ക വിഷയമല്ലല്ലോ. മാധ്യമങ്ങൾ അവിടെ തർക്കം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മാധ്യമങ്ങൾ തർക്കം ഉണ്ടാകുന്നതല്ല, മാധ്യമങ്ങളുടെ മുന്നിലേക്ക് തർക്കവുമായി നിങ്ങളുടെ നേതാക്കന്മാർ പരസ്യമായി തന്നെ വന്നിരുന്ന് തർക്കിക്കുന്നതിനൊക്കെ സാക്ഷികളാകേണ്ടി വരുന്ന മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങൾ. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ഒരാളുടെ ചോദിക്കും ഇന്നതാണോ അല്ല, അയാൾ അദ്ദേഹത്തിന് വായിന്ന് എന്തെങ്കിലും വീണു അപ്പൊ എടുത്ത് വാർത്ത. ഞങ്ങൾ ചോദിക്കാതെ തന്നെ പരസ്യ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ചോദിക്കുകയാണ് നിങ്ങളാണോ ക്യാപ്റ്റൻ എന്ന് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അയാൾ ഞാൻ ക്യാപ്റ്റൻ ആണെന്നോ അല്ലെന്ന് പറഞ്ഞു, എന്റെ സീനിയർ മേജറാണെന്ന് പറഞ്ഞു. അതോടെ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് അവിടെ എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്നുള്ള ആ ഗവേഷണം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസിൽ നിങ്ങൾ CPM-ൽ പോയി ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അവിടെ കടക്ക് പുറത്തെന്നാ പറയുന്നത്. ഇവിടെ അങ്ങനെ പറയുന്ന സംസ്കാരമല്ല കോൺഗ്രസിൻ്റെത്. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് ആക്ഷേപിച്ച ചരിത്രമുണ്ടോ? ഞങ്ങൾ ആക്ഷേപിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെ പരസ്പരം ആക്ഷേപിച്ച ചരിത്രങ്ങളുണ്ട്. അത് നമ്മൾ നേരിട്ട് കാണേണ്ടി വരുന്ന ചരിത്രങ്ങളാണ്. അതായത് ഒരേ വേദിയിലിരുന്ന് PD സതീഷിനും അതുപോലെ തന്നെ സുധാകരനും കൂടെ പറഞ്ഞ ചർച്ചകളും സംഭാഷണങ്ങളൊക്കെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നേതാക്കളെല്ലാം മനുഷ്യരാണ്. മനുഷ്യ സഹജമായ ചില പെട്ടെന്ന് ദേഷ്യം വരാം. ഒരു സെമി കേഡർ രീതിയിലോട്ട് വരുന്നെന്ന് പറഞ്ഞാണ് സുധാകരൻ ഇതിലേക്ക് വരുന്നത്. അതാണ് ഇപ്പൊ സെമി കേഡർ സിസ്റ്റത്തിലാണ് മുൻകാലങ്ങളിൽ പാർട്ടിക്ക് ജില്ലാ കമ്മിറ്റികൾ അടിയുണ്ടായിട്ടുണ്ട്, മണ്ഡലം. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇപ്പൊ ഒരു സിസ്റ്റത്തിലാണ് പോകുന്നത്. ആ സിസ്റ്റം നന്നായിട്ട് പോകുമ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി ഞങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം CPM-ന്റെ നേതാക്കളിൽ ചോദിക്കണം. അപ്പോൾ പറയും കടക്ക് പുറത്ത്, നിങ്ങൾ നിശബ്ദരായി പുറത്തിറങ്ങിപ്പോകും. എന്തായാലും കോൺഗ്രസ് ഇവിടെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ കേരളത്തിലെ സംസ്ഥാനം പിടിക്കും എന്ന പ്രതീക്ഷയും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭ കേരളത്തിൽ വളരെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നൊരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. തിരുവനന്തപുരം നഗരസഭയും കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാവ് ശ്രീകുമാർ പ്രതീക്ഷകളാണ് പങ്കുവയ്ക്കുന്നത്.